നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണായ നമ. ഓതുന്നു ഗീതകളിതെല്ലാം ഇതിന്ന പൊരുളേതെന്നു കാൺമതിനു പോരാ മനോബലവും ഏതെങ്കിലും കിമപി കാരുണ്യമെന്നു തവ സാധിക്ക വേണ്ടു ഹരി നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ ഹരിനാമ കീർത്തനം ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. 26 പദ്യം. വേർതിരിഞ്ഞുള്ള തത്വാനുഭവം ജീവാത്മാവിനാണ്. എഴുത്തച്ഛൻ്റെ കൃതിയെന്ന് പരമ്പരയാ കരുതപ്പെടുന്ന ചിന്താരത്നത്തിൽ തത്വങ്ങളുടെ വിശദമായ പ്രതിപാദനം കാണുവാനുണ്ട്. അതിൽ ആത്മാവുമനാത്മാവുമെങ്ങനെയെന്നു ചിന്തിച്ചാത്മാവെ തിരിച്ചറിഞ്ഞടുത്തതാമാത്മജ്ഞാനം എന്നത് നിക്ക് ബോധിപ്പാനായി ജീവാത്മാവ് തന്നെ തത്വങ്ങളെ തന്നെ ചൊല്ലിയിടാമല്ലോ എന്ന ഉപക്രമത്തോടു കൂടിയാണ് തത്വവിവരണം ആരംഭിക്കുന്നത്. അഖണ്ഡജ്ഞാന സ്വരൂപമായ പരമാത്മാവിൽ മായാസ്പന്ദനമാണല്ലോ തത്വഭേദങ്ങളെ ആവിഷ്കരിക്കുന്നത്. തത്വങ്ങളിൽ പ്രതിബിംബിച്ച് അവയുമായി താദാത്മ്യപ്പെടുന്ന ബോധാംശമാണ് ജീവൻ. വിചാരം ചെയ്ത് ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്നറിയുന്നതോടെ തത്വഭേദം അവസാനിക്കുന്നു. കേവല പരമാത്മാവു തന്നെയാണ് സ്വശക്തി കൊണ്ട് തത്വഭേദങ്ങളായി കാണപ്പെട്ടതെന്നും അനുഭവമായിത്തീരുന്നു. ഈ അനുഭവ രഹസ്യമാണ് തത്വമതിൽ മേവുന്ന നാഥ എന്ന ഭാഗം കൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. 10ാം ശ്ലോകത്തിൽ തത്വത്തിനുള്ളിലുദയം ചെയ്തിരുന്ന പൊരുൾ എന്ന് പ്രസ്താവിച്ചതും ഇതേ അർത്ഥത്തിൽ തന്നെയാണ്. തത്വസംഖ്യ ഇങ്ങനെ 96 വിവരിച്ചിട്ടുണ്ടെങ്കിലും എല്ലാം ഒരേ കാരണവസ്തു തന്നെ പലതായി കാണുന്നതാണെന്ന് ഗീതകൾ വിവരിക്കുന്നു. എന്നാൽ ആ ഏകവസ്തു ഏതാണെന്ന് വിചാരം ചെയ്തറിയാൻ മനസ്സിന് കഴിവുമില്ല. വ്യക്തമായ വസ്തുബോധമുണ്ടാകാൻ ഭഗവത് കാരുണ്യത്തിനായി പ്രാർത്ഥിക്കുകയല്ലാതെ വേറെ വഴിയില്ലെന്നാണ് 26ാം പദ്യത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 26ാം പദ്യം. ഓതുന്നു ഗീതകളിലെല്ലാം അതെന്ന പൊരുൾ ഏതെന്നു കാൺമതിന് പോരാ മനോബലവും ഏതെങ്കിലും കിമപി കാരുണ്യമെന്നു തവ സാധിക്ക വേണ്ടു ഹരിനാരായണായ നമഃ. ഗീതകൾ ഉപനിഷത്ത് സാര സർവസ്വങ്ങളായി സത്യദർശികൾ ഗാനം ചെയ്തിട്ടുള്ള കൃതികൾ. ഇതെല്ലാം ഈ തത്വഭേദങ്ങളെല്ലാം അതെന്ന ആ പരമാത്മാവ് തന്നെയാണെന്ന പൊരുൾ യാഥാർത്ഥ്യം ഓതുന്നു, യുക്തിയുക്തം പ്രതിപാദിക്കുന്നു. ഏതെന്ന് കാൺമതിന്, എന്നാൽ ആ സത്യം ഏതെന്ന് വിചാരം ചെയ്ത് അനുഭവിക്കുന്നതിന് മനോബലവും പോരാ, മനസ്സിന് കഴിവുമില്ല. ഏതെങ്കിലും എന്തായാലും തവ ഭഗവാൻ അങ്ങയുടെ കിമപി കുറച്ച് കാരുണ്യം വാത്സല്യം സാധിക്ക വേണ്ടു സമ്പാദിക്കേണ്ടതായിരിക്കുന്നു.
ഹരിനാരായണായ നമഃ. ഹരിനാരായണന് നമസ്കാരം. ഉപനിഷത് സാര സർവസ്വങ്ങളായി സത്യദർശികൾ ഗാനം ചെയ്തിട്ടുള്ള കൃതികൾ ഈ തത്വഭേദങ്ങളെല്ലാം ആ പരമാത്മാവ് തന്നെയാണെന്നുള്ള യാഥാർത്ഥ്യം യുക്തിയുക്തം പ്രതിപാദിക്കുന്നു. എന്നാൽ ആ സത്യം ഏതെന്ന് വിചാരം ചെയ്ത് അനുഭവിക്കുന്നതിന് മനസ്സിന് കഴിവും ഇല്ല. എന്തായാലും ഹേ ഭഗവൻ, അങ്ങയുടെ വാത്സല്യം കുറച്ച് സമ്പാദിക്കേണ്ടിയിരിക്കുന്നു. ഹരിനാരായണന് നമസ്കാരം. ഗീതകൾ ഉപനിഷത് സാര സർവസ്വങ്ങളായി സത്യദർശികൾ ഗാനം ചെയ്തിട്ടുള്ള കൃതികളാണ് ഗീതങ്ങൾ. മഹാഭാരതത്തിൽ തന്നെ അത്തരം ഒന്നിലധികം ഗീതകൾ കാണുവാനുണ്ട്. ഭഗവത്ഗീത, വ്യാധഗീത, അനുഗീത ഇവയെല്ലാം മഹാഭാരതത്തിലുള്ളവയാണ്. ഇവ കൂടാതെ അഷ്ടാവക്രഗീത, രാമഗീത, ഗുരുഗീത എന്നിങ്ങനെ അനേകം ഗീതകൾ വേദാന്തരംഗത്ത് പ്രസിദ്ധങ്ങളായുണ്ട്. ഇങ്ങനെ ഗീതകൾ അനേകമുണ്ടെങ്കിലും ലോകപ്രസിദ്ധമായിട്ടുള്ളത് ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീതയുടെ മഹത്വം ഇങ്ങനെ വർണ്ണിക്കപ്പെടുന്നു. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനം ദനഃ പാർത്ഥോ വത്സസുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. ഗീതാധ്യാനം 4-ാമത്തെ ശ്ലോകം. ഉപനിഷത്തുക്കളാണ് പശുക്കൾ, കൃഷ്ണനാണ് കറവക്കാരൻ, അർജുനനാണ് കന്നുകുട്ടി, ബുദ്ധിശാലിയാണ് പാനം ചെയ്യുന്ന ആൾ. ഇങ്ങനെ മഹത്തായ ഗീതാമൃതം കറന്നെടുക്കപ്പെട്ടു. ഇതെല്ലാം അത് എന്ന പൊരുൾ. അദ്വൈത ബ്രഹ്മ പ്രതിപാദകങ്ങളാണ് ഗീതകളെല്ലാം. നിശ്ചലാഖണ്ഡ ആനന്ദ സ്വരൂപമായ ബോധമാണ് മായാശക്തിയെ അവലംബിച്ച് ഇങ്ങനെ 96 തത്വങ്ങളെയും അവയുടെ സമ്മിളിത രൂപമായ പ്രപഞ്ചമായും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇവിടെ വസ്തു ഒന്നേ ഉള്ളൂ, ലേശം പോലും പലതില്ല എന്നാണ് എല്ലാ ഗീതകളും സമർത്ഥമായി പ്രതിപാദിക്കുന്നത്. ഭഗവത്ഗീത അദ്വൈതാമൃത വർഷിണിയാണെന്ന് പ്രസിദ്ധമാണല്ലോ. ഭഗവത്ഗീതയുടെ പ്രഖ്യാപനം നോക്കുക. മത്തഃ പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിദം പ്രോതം സൂത്രേ മണിഗണായിവ. ഭഗവത്ഗീത 7:7. അല്ലയോ അർജുന, എന്നിൽ നിന്നും ഭിന്നമായി ഇവിടെ അല്പം പോലും യാതൊന്നുമില്ല. ചരടിൽ കോർക്കപ്പെട്ട രത്നങ്ങൾ പോലെ സർവവും എന്നിൽ ചേർത്തിണക്കപ്പെട്ടിരിക്കുന്നു. ഏതൊന്നും കാൺമതിന് പോരാ മനോബലവും. വസ്തുസ്ഥിതി അദ്വൈതമാണെങ്കിലും അത് യുക്തിയുക്തം വിചാരം ചെയ്തറിവാനും സാക്ഷാത്കരിക്കാനും അത്ര എളുപ്പമല്ല. കാരണവും കാര്യവും ഒന്നു തന്നെ എന്ന് യുക്തിപൂർവം ചിന്തിച്ചറിയുന്നതാണ് വിചാരമാർഗം. കാരണവും കാര്യവും ഒന്നു തന്നെ എന്ന് യുക്തിപൂർവം ചിന്തിച്ചറിയുന്നതാണ് വിചാരമാർഗം. ചിത്തശുദ്ധി കൊണ്ട് വേണം വസ്തുസാക്ഷാത്കാരം നേടാൻ. സർവകാമങ്ങളെയും നിവർത്തിപ്പിച്ച് അനന്തസുഖസ്വരൂപമായ വസ്തുവിനെ കണ്ടെത്താൻ അതിബുദ്ധിമാന്മാർക്കേ കഴിയൂ എന്നാണ് ഭാഗവതം പ്രഖ്യാപിക്കുന്നത്. പ്രയാസമാണെന്ന് കരുതി പരമസത്യം അന്വേഷിക്കാതിരിക്കുകയോ കാണാതിരിക്കുകയോ ചെയ്യുന്നത് മഹത്തായ ആപത്തിന് കാരണമായും ഭവിക്കും. അതുകൊണ്ട് കഠോപനിഷത്ത് പ്രഖ്യാപിക്കുന്നത് നോക്കുക. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത ക്ഷുരസ്യ ധാര നിശിത ദുരത്യയ ദുർഗം പഥസ്തത് കവയോ വദന്തി. കഠോപനിഷത്ത് 3:14. ധീരനായി എണീറ്റ് സത്യാന്വേഷണ വ്യഗ്രനാവൂ. സർവാനർത്ഥ ബീജമായ അജ്ഞാന നിദ്ര വിട്ടുണരൂ. തത്വവേദിയായ ആചാര്യനെ പ്രാപിച്ച് അനുകമ്പ നേടി സത്യം സാക്ഷാത്കരിക്കൂ. മൂർച്ചയുള്ള വാൾത്തലയിൽ കൂടി സഞ്ചരിക്കുന്നത് പോലെ ക്ലേശമേറിയതാണ് ജ്ഞാനസാക്ഷാത്കാരത്തിനുള്ള മാർഗം. തവ കാരുണ്യം സാധിക്കവേണ്ടു. ഞാൻ എന്ന അഹന്ത നിശേഷം വെടിഞ്ഞ് ജഗദീശ്വരനെ സർവാത്മന ശരണം പ്രാപിക്കുന്ന ഭക്തനെ ഭഗവാൻ സ്വന്തം ആളായി അംഗീകരിക്കുന്നു. തുടർന്ന് സ്വരൂപം വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. കഠോപനിഷത്ത് തന്നെ ഇക്കാര്യം ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. നായമാത്മാ പ്രവചനേന ലഭ്യോ ന മേധയാ ന ബഹുനാ ശ്രുതേന യമേവൈഷ വൃണുതേ തേന ലഭ്യഃ
തസ്യൈഷ ആത്മാ വിവൃണുതേ തനും സ്വാം. കഠോപനിഷത്ത് 2:23. വാദങ്ങളിൽ ഏർപ്പെട്ടതുകൊണ്ടോ കേവലം യുക്തിചിന്ത ചെയ്തതുകൊണ്ടോ കേവല ശ്രവണം കൊണ്ടോ ഈ ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ പറ്റുകയില്ല. ആരാണോ ആത്മാവിനെ സർവാത്മനാ ശരണം പ്രാപിച്ച് അർത്ഥിക്കുന്നത്, അയാൾക്ക് ആ സത്യം സ്വന്തം രൂപം സ്വയം വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഇങ്ങനെ അഹന്ത വെടിഞ്ഞുള്ള ആത്മവരണം സമ്പാദിക്കണമെന്ന് കാണിച്ചിരിക്കെയാണ് തവ കാരുണ്യം സാധിക്ക വേണ്ടൂ എന്ന ഭാഗം കൊണ്ട്. ലോകത്തുള്ള നശ്വരങ്ങളായ അല്പപദാർത്ഥങ്ങളെ ആശ്രയിച്ചാണല്ലോ മനുഷ്യൻ സുഖം അനുഭവിക്കാൻ കൊതിക്കുന്നത്. അതു നിമിത്തം കാര്യമായ സുഖമൊന്നും അനുഭവിക്കാൻ പറ്റുകയില്ലെന്ന് മാത്രമല്ല, നിരന്തര പരിണാമികളായ ബാഹ്യ വിഷയങ്ങൾ അത്യധികം ദുഃഖത്തെ ഉളവാക്കുകയും ചെയ്യുന്നു. എന്നാൽ ദുഃഖം വീണ്ടും വീണ്ടും അനുഭവിച്ചിട്ടും ദുഃഖഹേതുക്കളിൽ തന്നെ പറ്റിക്കൂടാനാണ് മനുഷ്യ മനസ്സ് കൊതിക്കുന്നത്. ദുഃഖം വീണ്ടും വീണ്ടും അനുഭവിച്ചിട്ടും ദുഃഖഹേതുക്കളിൽ തന്നെ പറ്റിക്കൂടാനാണ് മനുഷ്യ മനസ്സ് കൊതിക്കുന്നത്. അനന്ത സുഖസ്വരൂപമായ ആത്മാവിനെ തിരയാൻ കൂട്ടാക്കുന്നതേയില്ല. ഇതിൽ പരം മായാമോഹം മറ്റെന്താണുള്ളത്? ഈ മായാമോഹത്തിൽപ്പെട്ടു പോകാൻ ഇടയാകരുതേ എന്നാണ് അടുത്ത പദ്യത്തിൽ പ്രാർത്ഥിക്കുന്നത്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗൻ